അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം കൂടിയുണ്ട് നമുക്കൊപ്പം. ശ്രീ അനിൽകുമാർ, കേരളത്തിൽ BJP നടത്തുന്ന ഈ ക്രൈസ്തവ നയതന്ത്രത്തിന് ഞങ്ങൾക്കതിൽ ഭിന്നാഭിപ്രായമില്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നതാണ് RSS പൊതുനിലപാടായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ BJPയുടെ സംസ്ഥാന യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടുകൾക്ക് വലിയ എതിർപ്പ് ഉയർന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതങ്ങനെയല്ല. ചില സംഘപരിവാറിനൊക്കെ എതിർപ്പുണ്ടെങ്കിലും RSSൻ്റെ പൊതു അജണ്ട ക്രൈസ്തവരെ ഒപ്പം നിർത്തുക എന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ RSSൻ്റെ ഒരു സംഘടനാ തലത്തിലുള്ള ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് പ്രതീക്ഷിച്ചതാണോ? നിങ്ങൾ കാണുന്നുണ്ടോ ഈ RSSൻ്റെ നീക്കത്തെ? 36 നാക്കുള്ള ഒരു പ്രസ്ഥാനമാണ് RSS. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കാത്ത, ഈ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത, ഒരു ഭരണഘടനയില്ലാത്ത, തെരഞ്ഞെടുപ്പില്ലാത്ത, ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തെ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ജനാധിപത്യ വിരുദ്ധ കൂട്ടമാണ് RSS. ഒരാൾ പറയുന്നതിന് വേറൊരാൾ പറയുന്നതുമായി ഒരു പൊരുത്തവുമില്ല. പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ് നേതാക്കന്മാരുടെ സ്ഥിരം പരിപാടി. അതുപോലെ മാത്രമല്ല, പരസ്യമായി അവർ ചെയ്യുന്ന കാര്യമല്ല, രഹസ്യമായി നിഗൂഢ പ്രവർത്തനങ്ങളാണ് RSS എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് കേട്ട് അത് ശരിയാണെന്ന് കരുതി നമ്മൾ എവിടെയെങ്കിലും പോയാൽ കബളിപ്പിക്കപ്പെടും. RSS രാജ്യത്തെ മൊത്തം മനുഷ്യരെ കബളിപ്പിക്കുന്ന സംഘടനയാണ്. ഇന്നൊരു കാര്യം പറയും, നാളെ മറ്റൊരു കാര്യം പറയും. എല്ലാ അമ്പലത്തിൽ പള്ളിയുടെ അടിയിൽ ശിവലിംഗം തിരയേണ്ടെന്ന് ഒരാൾ പറഞ്ഞല്ലോ. ആ ആള് കഴിഞ്ഞ ദിവസം ഡൽഹി പോയിട്ട് പറഞ്ഞു 2 പള്ളിയുടെ അടിയിൽ നമുക്ക് തൽക്കാലം തിരയാൻ തുടങ്ങാം, അങ്ങനെ കാശി മധുരം വിട്ടു തന്നേക്കണം. ഇങ്ങനെ വെളിവില്ലാത്ത വർത്തമാനമാണ് ഐക്യരാമായണം നിലപാട് മാറ്റിയ RSSന്റെ തലവൻ മുതൽ താഴെയുള്ളവർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 36 പരിവാര സംഘടനകളെ കൊണ്ട് വ്യത്യസ്ത ജോലികൾ എടുപ്പിക്കുകയും അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണാം. ചിലപ്പോൾ ഹനുമാൻ സേനയും ബജറംഗ് ദളും ഏറ്റുമുട്ടും. ചിലപ്പം ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ വേറെ സംഘടനയും ബജറംഗ് ദള് അവരുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയും, ഹനുമാൻ സേനയായിട്ട് ബന്ധമില്ല എന്ന് പറയും. അപ്പൊ ദുർഗാവാഹിനി കയറി വരും. ഏത് സമയത്ത് വരേണ്ടത് അതെല്ലാം രാഷ്ട്രീയ രൂപം കൊണ്ട് വരും. ഇതിവിടെ സ്ഥിരം പരിപാടിയാണ്. അതായത് താങ്കൾ സൂചിപ്പിച്ചത് BJPയുടെ അജണ്ട, RSSന്റെ അജണ്ട അങ്ങനെ വേർതിരിച്ച് കാണേണ്ടതല്ല. ഇതെല്ലാം ഒന്നിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരേ സംഘടനാ സ്വഭാവത്തിലുള്ളവരാണ്, അതാണ് പറയുന്നത്. വ്യത്യസ്ത സംഘടനാ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റത്തടിയിലുള്ള വൃക്ഷമാണ് RSS. ഓരോരുത്തരെ കൊണ്ട് അതിന്റെ ഓരോ ഇലച്ചില്ലിലും വിഷമാണ്. ആ വിഷം വഹിപ്പിക്കുന്ന വിധം ഓരോരുത്തരും ഓരോ സന്ദർഭത്തിൽ പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ ചില്ല ഇളകും, ചിലപ്പോൾ ചില്ല ഇളകത്തില്ല. ഇളകാത്തതിന് കാരണം അന്നേരം അവരുടെ ജോലി ഉണ്ടാതിരിക്കലാണ്. ചിലപ്പോൾ ചില ജില്ല ഇളകും. ഇപ്പൊ ഛത്തീസ്ഗഡിൽ ആരാ ഈ കന്യാസ്ത്രീകളെ ഈ പ്രകാരം ദ്രോഹിച്ചത്? ഈ പരിവാര സംഘടനയല്ലേ. എന്നിട്ട് ഞങ്ങളതിൽ ഇടപെട്ടു. എന്തിനിടപെട്ടു? ഇവരാദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ രാജ്യത്തിനകത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യാവകാശമുള്ള ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഔദാര്യമാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അവർക്ക് ജാമ്യം കിട്ടിയത് ഔദാര്യമാണ്. ആ ഔദാര്യത്തോടെ ജീവിക്കാൻ സൗകര്യപ്പെടില്ല. അതാണ് നമ്മുടെ നിലപാട്. യെസ്, വളരെ നന്ദി അനിൽകുമാർ. മഞ്ജുഷ്.